നമസ്കാരം, തനിനാടൻ മലയാള ചാനലിലേക്ക് അവർക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് നമ്മളെ പൂങ്കുന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ഒരു വലിയ, അതായത് കഴിഞ്ഞ ദിവസം വരെ ഇവിടെ അപകടങ്ങൾ നടന്നിരുന്നു. അതായത് രാജഭരണമുള്ള സമയത്ത് ഇവിടെ ഒരു വലിയൊരു കിണറായിരുന്നു. ഈ കിണർ ഇവിടെ തൂർത്തു, അതായത് 1-2 വട്ടം തൂർത്തിട്ടും ഇവിടെ വീണ്ടും ഇവിടെ കുഴിയാവാണ്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രാത്രി കാലങ്ങളിൽ ഇവിടെ നിരന്തരമായിട്ട് അപകടം നടക്കുന്നു ഈ ഭാഗത്ത്. അതായത് വലിയ ലോഡ് വണ്ടി, അതായത് നമ്മുടെ കുന്നംകുളം ഭാഗത്ത് വരുന്ന ലോഡ് വണ്ടി തിരിക്കുമ്പോഴാണ് ഇവിടെ അപകടം ഉണ്ടാവുന്നത്. അപകടം ഉണ്ടായിട്ട് ഇവിടെ വേണ്ടപ്പെട്ട നമ്മുടെ അധികാരികളോട് പോലും ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിരുന്നു. എന്നിട്ടും ഇതിനെ കുറിച്ച് ഒരു കാര്യം, ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. നമസ്കാരം, നമുക്ക് ഇവിടെ പോകുന്നതുള്ള ഇവിടുത്തെ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. ഇവിടുത്തെ നമ്മളെ കിണറിനെ പറ്റിയുള്ള ചോദിക്കാം. കിണർ ഒരുപാട് കൊല്ലം, എൻ്റെ ചെറിയ കുട്ടിയിലുള്ള ഒരു കിണർ തന്നെയാണത്. റോഡ് വീതി കൂടിയപ്പോൾ റോഡിലേക്ക് വന്നത്. അപ്പോൾ അത് ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിണറിൽ ഇരുന്ന് താഴ്ന്ന് മഴയൊക്കെ വരുമ്പോൾ താഴ്ന്നപ്പോൾ ഇപ്പോൾ കാണുന്ന ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് ഭയങ്കര അപകടകരം. ടേണിങ്ങിലായതുകൊണ്ട് വണ്ടി തിരിഞ്ഞു വരുമ്പോൾ അടുത്തെത്തുമ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോഴും പിന്നെ വലിയ വണ്ടിയിൽ ലോഡും വെച്ച് അതിൽ വരുമ്പോഴൊക്കെ ഭയങ്കര അപകടമാണ്. അപ്പോൾ അപകടം വരുന്നതിന് മുമ്പ് അതിനൊരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ അതിന്റെ പിന്നാലെ പോകണമെങ്കിൽ നല്ലത് വരുന്നതിന് മുമ്പ് ചെയ്യല്ല. അപകടങ്ങൾ കൂടുമ്പോൾ നമ്മൾ ഇവിടുത്തെ വേണ്ടപ്പെട്ട അധികാരികളോട് നിങ്ങൾ സംസാരിച്ചിരുന്നോ? അല്ല, അത് അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള തന്നെയാണ്. അതൊക്കെ ഈ കാര്യങ്ങളൊക്കെ അവരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുള്ള തന്നെയാണ്. ഇത് PWD റോഡാണത്, അത് കോർപ്പറേഷന് കീഴിലുള്ള റോഡല്ല. അപ്പൊ അതൊക്കെ അതിന് വേണ്ടപ്പെട്ട ആൾക്കാർ, കൗൺസിലർമാരും മറ്റൊരു എല്ലാവരും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ്. സാധ്യതയുണ്ട്, കാരണം പത്രത്തിലും അതുപോലെ പല കാര്യങ്ങളിലും ഇത് മുന്നേ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ അതിൽ വന്നിട്ടുള്ളതാണ്. അധികാരി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മളിപ്പോ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും ഇതുവരെ ഈ കിണറിനെ കുറിച്ച് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഈ സംഭവം ഒരാ ശ്രദ്ധയിൽപ്പെടുത്തിണ്ട്, പക്ഷെ ഒരു നടപടി ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണൊക്കെ ഉണ്ട്, അത്രമാത്രം അറിയുള്ളൂ. ഇത് സത്യം പറഞ്ഞ ഇത് എത്ര വർഷം, ഇത് എങ്ങനെയാണ് ഈ കിണറിന് അതായത് പണ്ട് ഉള്ള കാലത്തുള്ള കിണറാണോ? അത് വർഷങ്ങൾക്ക് മുന്നിലുള്ള കിണറാണ്. ഇത് റോഡ് വീതി കൂട്ടിയപ്പോ കിണർ റോട്ടിലേക്ക് ആയതാണ്. ഇപ്പൊ അറിയും തോറും താന്നു പോവുക. അങ്ങനെയാണ്. 4-5 വർഷമായി ഉണ്ടാവും ഏകദേശം. 4-5 വർഷമായിട്ട് ഇതിപ്പോ എത്ര വട്ടം ടാറിങ് കഴിഞ്ഞു? ഇത് പുതിയ റോഡ് പണിതിട്ടുള്ളതാണ്. 5-6 വർഷമൊക്കെ ആയിട്ട് പിന്നെ പണികളൊന്നും നടന്നിട്ടില്ലേ. അപ്പോ 5-6 വർഷമായിട്ടും നമ്മൾ ഈ റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും അത് കുഴിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കൂ, അല്ലെങ്കിൽ ഇവിടെ തുടർച്ചയായി അപകടങ്ങൾ വന്നുകൊണ്ടിരിക്കും. ക്യാമറമാൻ നിതിൻ സുഭാഷ് കുണ്ടനോടൊപ്പം ബിജു വാഴപ്പള്ളി, തനിനാടൻ മലയാളി.